ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി 6 പേർക്ക് ശിക്ഷയുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഒരു അന്വേഷണത്തിൽ ഉൾപ്പെടാതെ പോയ വ്യക്തിയാണ് മാഡം. മാഡത്തെക്കുറിച്ച് ആ വിധിയിലും പറയുന്നുണ്ട്. പക്ഷേ മാഡത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹം ആരാണ് ഈ മാഡം എന്നറിയാൻ വളരെ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കൃത്യമായ സൂചനയുണ്ടോ? മാഡത്തിൻ്റെ പേരുണ്ട് വിധിയിൽ, ശ്രീലക്ഷ്മി. അതായത് ഈ കൂട്ടബലാത്സംഗം നടക്കുകയാണല്ലോ വണ്ടിയിൽ. ആ സമയത്ത് പൾസർ സുനിയെ വിളിക്കുകയും അദ്ദേഹത്തിന് ഒരു തവണയല്ല പലതവണ വിളിക്കുകയും പൾസർ സുനിക്ക് ഒന്നല്ല പല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത കഥാപാത്രമാണ് ശ്രീലക്ഷ്മി. ഇത് ഫോറൻസിക് അനാലിസിസിലും കണ്ടെത്തിയിട്ടുണ്ട്. എത്ര തവണ വിളിച്ചു, ഏത് സമയത്ത് വിളിച്ചു, എങ്ങനെ വിളിച്ചു ഉള്ളതൊക്കെ. പക്ഷെ വിധിയിൽ പറയുന്നത് എന്താ അറിയോ, ഇവരെ സാക്ഷിയായിട്ട് പോലും വിസ്തരിച്ചിട്ടില്ല. അപ്പോൾ എന്താ അർത്ഥം? അന്വേഷണം ആരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി നടന്ന അന്വേഷണമാണിത്. ആ വഴിയിലേക്ക് അന്വേഷണം പോയിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ വിശദാംശങ്ങൾ വിധിയിൽ പറയുന്നുണ്ട്. അതായത് അവര് ഈ ശ്രീലക്ഷ്മി, അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വിധിയിൽ ഇല്ലാത്തൊരു കാര്യം, പല ആളുകളും ഫോണിൽ ഈ സംശയാസ്പദമായ കഥാപാത്രങ്ങൾ ശരിയായ പേരിലായിരിക്കില്ലല്ലോ സേവ് ചെയ്തിടുന്നത്. അതുകൊണ്ട് ശ്രീലക്ഷ്മി എന്നുള്ള പേരിലാണ് പൾസർ സുനിയുടെ ഫോണിൽ ഇത് സേവ് ചെയ്തിരുന്നതെങ്കിലും മാഡത്തിൻ്റെ യഥാർത്ഥ പേര് ഇതാകണം എന്നില്ല. പക്ഷെ ഈ ശ്രീലക്ഷ്മി ആരാണ് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ഒരു പുനരന്വേഷണം ഇത് നടത്തേണ്ടതാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ കേസിൽ വിധിയിൽ പറയാണ്, ഈ ശ്രീലക്ഷ്മി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സാക്ഷിയായിട്ടെങ്കിലും കൊണ്ടുവരാതിരുന്നത് കേസിൽ തന്നെ, പ്രോസിക്യൂഷൻ്റെ കേസിൻ്റെ അടിത്തറയിൽ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്, സംശയം ഉണർത്തുന്നതാണ്. ഒരു സ്ത്രീ കൊടുത്ത കൊട്ടേഷനാണ് എന്ന് പൾസർ സുനി പറഞ്ഞല്ലോ, അതിജീവിതയോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ സ്ത്രീയെ പറ്റി വേണ്ടത്ര അന്വേഷിച്ചില്ല എന്നുള്ളത് സംശയം ഉണർത്തുന്നു. ആ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഒരു സ്ത്രീ കൊടുത്ത കൊട്ടേഷനാണെന്ന് ഇയാൾ പറഞ്ഞാണല്ലോ അതിജീവിതയോട്. അതിജീവിതയുടെ മൊഴിയിലും ഉണ്ടല്ലോ അത്. അപ്പോൾ ശ്രീലക്ഷ്മി സുനിക്ക് പല സന്ദേശങ്ങൾ അയച്ചു. ആ കൂട്ടബലാത്സംഗ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപും ശ്രീലക്ഷ്മി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. നീ റാഞ്ചിയോ ശേഷമാണല്ലോ സന്ദേശം അയക്കുന്നത്, റാഞ്ചിയോ പറഞ്ഞ പോലെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കില്ലേ. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഈ ഫോണിൽ സംസാരിക്കുകയും ശ്രീലക്ഷ്മിയോട് സന്ദേശങ്ങൾക്ക് മറുപടി അയക്കുകയും ചെയ്തിട്ടുണ്ട് സുനി. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇനി വിളിക്കരുത് എന്ന് പറഞ്ഞത് ബ്ലോക്ക് ചെയ്യല്ലേ ചെയ്യേണ്ടത്. ആരെങ്കിലും ആവശ്യമില്ലാത്ത കഥാപാത്രമാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ അത്യാവശ്യ തിരക്കിലാണ്, പിന്നെ എപ്പോഴെങ്കിലും വിളിക്കൂ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യല്ലേ വേണ്ടത്. പൾസർ സുനി അത് ചെയ്യുന്നില്ലല്ലോ. ഇത് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പൾസർ സുനി ശ്രീലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതാണ് നടുക്കുന്ന വെളിപ്പെടുത്തലാണ് അപ്പോൾ ഈ വിധിയിലുള്ളത്. ഫെബ്രുവരി 23 ഇത് നടക്കുന്നത് 17 തീയതിയാണല്ലോ. ഫെബ്രുവരി 23 പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത ശേഷവും ശ്രീലക്ഷ്മി വിളിച്ചിട്ടുണ്ട് സുനിയെ. ഫെബ്രുവരി 17 2017 ഫെബ്രുവരി 17 ഉച്ച കഴിഞ്ഞ് 3:44 പൾസർ സുനിയുടെ ഫോണിലേക്ക് ശ്രീലക്ഷ്മി വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. 3:44 വരെ ഉച്ച കഴിഞ്ഞ് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് അന്ന് 6:22 മുതൽ 7:59 വരെ 6 തവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. 6 തവണ അറസ്റ്റ് ചെയ്ത ദിവസം
വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 9:03 മുതൽ 9:56 വരെ 7 സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്, 7 മെസ്സേജസ് അയച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി. ഫോറൻസിക് ലാബിൻ്റെ പരിശോധന റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ മൊത്തം ഫോൺ പരിശോധിച്ചിട്ട് ഫോറൻസിക് ലാബ് പറയുന്നത് ഈ ബലാത്സംഗ വീഡിയോകൾ എടുത്തത് ഫെബ്രുവരി 17-ാം തീയതി രാത്രി 10:30 മുതൽ 10:48 വരെയാണ്. 18 മിനിറ്റ് ആണ് ബലാത്സംഗ വീഡിയോ. അതാണ് ലാബ് പരിശോധനയിൽ പറയുന്നത്. രാത്രി 9:56 അതായത് ബലാത്സംഗത്തിന് അരമണിക്കൂർ മുമ്പ് ഈ വണ്ടിയിൽ അതിജീവിതയും ഈ പ്രതികളുമൊക്കെ ഇരിക്കുമ്പോൾ ശ്രീലക്ഷ്മിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അവസാനത്തെ മെസ്സേജ് ശ്രീലക്ഷ്മിയിൽ നിന്ന് എത്തുന്നത് അരമണിക്കൂർ മുമ്പ് രാത്രി 9:56 പ്രതികൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ കോൾ ഡാറ്റ റെക്കോർഡ് CDR ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കില്ലേ നമ്മൾ മൊബൈൽ സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്ന് CDR, കോൾ ഡാറ്റ റെക്കോർഡ്, അതുപോലെ ശ്രീലക്ഷ്മിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കണ്ടേ, മൊബൈൽ ടവർ. ഇതൊന്നും പോലീസ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിൽ ഹാജരാക്കിയിട്ടുമില്ല, വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ പറയാനുണ്ടാവുമല്ലോ. ശ്രീലക്ഷ്മിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവും. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ശ്രീലക്ഷ്മിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഇതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് എന്നിട്ട് ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്തില്ല, സാക്ഷിയാക്കിയില്ല. പൾസർ സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ ഗാഢബന്ധം ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതിൻ്റെ അകത്ത് ഗാഢബന്ധമാണെന്ന്. എന്നിട്ട് ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്തു. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള വലിയ ബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തോ, ചോദ്യം ചെയ്ത് ഇല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, അവരെ സാക്ഷിയാക്കിയതും ഇല്ല. അപ്പോൾ പ്രോസിക്യൂഷൻ ഇതിന് ന്യായം പറഞ്ഞത് എന്താണെന്നറിയോ? പോലീസിൻ്റെ ന്യായം ശ്രീലക്ഷ്മിയുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് അവരുടെ മൊബൈൽ ഫോണിലെ ഉള്ളടക്കം വെളിപ്പെടുത്താത്തത് എന്നാണ് പോലീസിൻ്റെ ന്യായം. സ്വകാര്യതയെ മാനിച്ച് ഭയങ്കരം തന്നെ. വേണമെങ്കിൽ ഒരു പ്രതി പോലും ആകാൻ സാധ്യതയുള്ള ഒരാൾ. അതെ, എന്നിട്ട് സാക്ഷിയായിട്ട് പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് അവരുടെ മൊബൈൽ ഫോണിലെ ഡീറ്റെയിൽസ് കോടതിയുടെ മുമ്പിൽ വെക്കാത്തത് സ്വകാര്യതയെ മാനിച്ചിട്ടാണ്. അപ്പോൾ ഈ പൾസർ സുനിയുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ടെന്ന് ഈ വിധിയിൽ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, സന്ദേശം അയക്കുന്നു, ഫോൺ വിളി, ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ഒരു രക്ഷപ്പെടുത്തൽ കളി അവിടെ നടത്തി. പ്രോസിക്യൂഷന് ആരെയോ രക്ഷപ്പെടുത്താനുള്ള അമിത വ്യഗ്രത ഉണ്ടായിരുന്നു. അതാണ് വിധിയിൽ പറയുന്നത്. ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഫോൺ ഉണ്ടല്ലോ, ഇതല്ലാതെ വേറെയും ഫോൺ ഉണ്ടായിരുന്നു എന്ന് ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്നിലധികം ഫോൺ ഉണ്ട്, വേറെയും ഫോൺ. അതിൻ്റെയും കോൾ ഡാറ്റ റെക്കോർഡ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല കോടതി മുമ്പാകെ. അപ്പോൾ ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ സാക്ഷിയാക്കിയില്ല, എന്തുകൊണ്ട് അവരെ പിടിച്ചില്ല? അപ്പം ആ മാഡം ഇപ്പോഴും നമ്മുടെ ദൃശ്യപരിധിക്ക് പുറത്താണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ അവിടെ ഒളിപ്പിച്ചാരോ നിർത്തും. മാഡം ഉണ്ട്, പക്ഷെ മാഡത്തിന് രക്ഷപ്പെടുത്തി, അതാണ് വിധിയിൽ പറയുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.